1 സാമുവേൽ അധ്യായം 16. കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേംകാരനായ ജെസയുടെ അടുത്തേക്ക് അയക്കും. അവൻ്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. സാമുവേൽ ചോദിച്ചു, ഞാൻ എങ്ങനെ പോകും? സാവൂൾ ഇത് കേട്ടാൽ എന്നെ കൊന്നുകളയും. കർത്താവ് പറഞ്ഞു, ഒരു പശുക്കിടാവിനെ കൂടെ കൊണ്ടുപോവുക. കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുക. ജെസയെയും ബലിയർപ്പണത്തിന് ക്ഷണിക്കുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയുന്നവനെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം. കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുവേൽ പ്രവർത്തിച്ചു. അവൻ ബേത്ലഹേമിലെത്തി. നഗരത്തിലെ ശ്രേഷ്ഠന്മാർ ഭയപരവശരായി അവനെ കാണാൻ വന്നു. അവർ ചോദിച്ചു, അങ്ങയുടെ വരവ് ശുഭസൂചകമോ? അതെ, അവൻ പറഞ്ഞു, ഞാൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോടൊത്ത് വരുവിൻ. അനന്തരം അവൻ ജെസയെയും പുത്രന്മാരെയും ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് ക്ഷണിച്ചു. അവൻ വന്നപ്പോൾ സാമുവേൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു. കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ജെസ്സെ അബിനാദാബിനെ സാമുവേലിൻ്റെ മുമ്പിൽ വരുത്തി. ഇവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് സാമുവേൽ പറഞ്ഞു. പിന്നെ ജെസ്സെ ഷമ്മായെ വരുത്തി. കർത്താവ് തിരഞ്ഞെടുത്തവനല്ല ഇവനും എന്ന് അവൻ പറഞ്ഞു. ജെസ്സെ തൻ്റെ 7 പുത്രന്മാരെ സാമുവേലിന് മുമ്പിൽ കൊണ്ടുവന്നു. അവൻ ജെസ്സയോട് പറഞ്ഞു, ഇവരെ ആരെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് സാമുവേൽ അവനോട് ചോദിച്ചു. ഇനി ഇളയ മകനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്, അവൻ പറഞ്ഞു. അവനെ ആളയച്ചു വരുത്താൻ സാമുവേൽ ആവശ്യപ്പെട്ടു. അവൻ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞു. ജെസ്സെ അവനെ ആളയച്ചു വരുത്തി. പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു. കർത്താവ് കൽപ്പിച്ചു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. സാമുവേൽ അവനെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. സാമുവേൽ റാമായിലേക്ക് പോയി. കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. സാവൂളിൻ്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു, ദൈവം അയച്ച ഒരു ദുരാത്മാവ് അങ്ങയെ പീഡിപ്പിക്കുന്നു. ആകയാൽ കിന്നരം വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കുവാൻ അങ്ങ് അടിയങ്ങൾക്ക് കൽപ്പന തരണം. ദുരാത്മാവ് അങ്ങയിൽ ആവസിക്കുമ്പോൾ അവൻ കിന്നരം വായിച്ച് അങ്ങയ്ക്ക് ആശ്വാസം നൽകും. കിന്നര വായനയിൽ നിപുണനായ ഒരുവനെ തേടിപ്പിടിക്കാൻ സാവൂൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു. ബേത്ലഹേംകാരനായ ജെസയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഭൃത്യരിൽ ഒരുവൻ പറഞ്ഞു. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമിയായ യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാണ്. കർത്താവ് അവനോടുകൂടെ ഉണ്ട്. സാവൂൾ ജെസയുടെ അടുത്ത് ദൂതന്മാരെ വിട്ട്, ആട്ടിടയനായ നിന്റെ മകൻ ദാവീദിനെ എൻ്റെ അടുക്കൽ അയക്കുക എന്നറിയിച്ചു. ജെസ്സെ ഒരു കഴുതയുടെ പുറത്ത് കുറേ അപ്പം, ഒരു പാത്രം വീഞ്ഞ്, ഒരാട്ടിൻകുട്ടി എന്നിവ കയറ്റി തൻ്റെ മകൻ ദാവീദ് വശം സാവൂളിന് കൊടുത്തയച്ചു. ദാവീദ് സാവൂളിൻ്റെ അടുക്കലെത്തി സേവനം ആരംഭിച്ചു. സാവൂളിന് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ദാവീദ് അവൻ്റെ ആയുധവാഹകനായി തീർന്നു.
സാവൂൾ ജെസ്സയുടെ അടുക്കൽ ആളയച്ച്, ദാവീദിനെ എനിക്കിഷ്ടപ്പെട്ടു, അവനെവിടെ നിൽക്കട്ടെ എന്ന് അറിയിച്ചു. ദൈവം അയച്ച ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും. അതുവഴി അവൻ ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തിരുന്നു. Chapter 16. The Lord said to Samuel, How long will you grieve for Saul, whom I have rejected as king of Israel? Fill your horn with oil, and be on your way. I am sending you to Jesse of Bethlehem, for I have chosen my king from among his sons. But Samuel replied, How can I go? Saul will hear of it and kill me. To this the Lord answered, Take a heifer along, and say, I have come to sacrifice to the Lord. Invite Jesse to the sacrifice, and I myself will tell you what to do. You are to anoint for me the one I point out to you. Samuel did as the Lord had commanded him. When he entered Bethlehem, the elders of the city came trembling to meet him, and inquired, Is your visit peaceful, O seer? He replied, Yes, I have come to sacrifice to the Lord. So cleanse yourselves and join me today for the banquet. He also had Jesse and his sons cleanse themselves, and invited them to the sacrifice. As they came, he looked at Eliab and thought, Surely the Lord's anointed is here before him. But the Lord said to Samuel, Do not judge from his appearance or from his lofty stature, because I have rejected him. Not as man sees does God see, because man sees the appearance, but the Lord looks into the heart. Then Jesse called Abinadab, and presented him before Samuel, who said, The Lord has not chosen him. Next Jesse presented Shammah, but Samuel said, The Lord has not chosen this one either. In the same way Jesse presented 7 sons before Samuel, but Samuel said to Jesse, The Lord has not chosen any one of these. Then Samuel asked Jesse, Are these all the sons you have? Jesse replied, There is still the youngest, who is tending the sheep. Samuel said to Jesse, Send for him. We will not begin the sacrificial banquet until he arrives here. Jesse sent and had the young man brought to them. He was ruddy, a youth, handsome to behold, and making a splendid appearance. The Lord said, There, anoint him, for this is he. Then Samuel, with the horn of oil in hand, anointed him in the midst of his brothers, and from that day on the Spirit of the Lord rushed upon David. When Samuel took his leave, he went to Ramah. The Spirit of the Lord had departed from Saul, and he was tormented by an evil spirit sent by the Lord. So the servants of Saul said to him, Please, an evil spirit from God is tormenting you. If your lordship will order it, we, your servants here in attendance on you, will look for a man skilled in playing the harp. When the evil spirit from God comes over you, he will play, and you will feel better. Saul then told his servants, Find me a skillful harpist, and bring him to me. A servant spoke up to say, I have observed that one of the sons of Jesse of Bethlehem is a skillful harpist. He is also a stalwart soldier, besides being an able speaker and handsome. Moreover, the Lord is with him. Accordingly, Saul dispatched messengers to ask Jesse to send him his son David, who was with the flock. Then Jesse took 5 loaves of bread, a skin of wine, and a kid, and sent them to Saul by his son David. Thus David came to Saul, and entered his service. Saul became very fond of him, made him his armor-bearer, and sent Jesse the message, Allow David to remain in my service, for he meets with my approval. Whenever the Spirit from God seized Saul, David would take the harp and play, and Saul would be relieved and feel better, for the evil spirit would leave him.